പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. എല്ലാവരും സ്തോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതാണ് എൻ്റെ വിചാരം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം അതുപോലെ തന്നെ ഇവിടെ വന്ന് ഈ സഭയിൽ നിങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിപ്പാനുള്ള ഒരു അവസരം കർത്താവ് ജീവിതത്തിൽ നൽകിയതെ ഓർത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ മൈൻഡ് വളരെ ബ്ലാങ്കാണ്. അപ്പോൾ ആരാണ് സംസാരിക്കേണ്ടത്? ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. സ്തോത്രം. ഞാൻ ടോട്ടലി ബ്ലാങ്ക് ആണെന്ന് വിചാരിക്കുക. ദെൻ എന്താണ് സംഭവിക്കേണ്ടത്? somebody else has to speak. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ സംസാരിക്കുന്നത് ദൈവം എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കാൻ തരുന്ന കാര്യങ്ങൾ അതേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. വചനവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവം ആ വചനത്തിൻ്റെ ആ വാതിൽ തുറന്നു തരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആദ്യമായിട്ടൊരു വാക്യം എൻ്റെ ഹൃദയത്തിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിന് ശേഷം ചിന്തകൾ മാറി മാറി വന്നപ്പോൾ പല ചിന്തകൾ വന്നു. എന്നാൽ ആദ്യമായിട്ട് എൻ്റെ ഹൃദയത്തിൽ തന്നതായിട്ടുള്ള വചനം, ആ വചനമാണ് ഇന്ന് നമ്മൾ പകൽക്കാലം ഒന്നിച്ച് ധ്യാനിപ്പാനായിട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. സാധാരണ എൻ്റെ ഒരു രീതിയും അതാണ്. ഞാൻ ഒരു എടുത്ത് പ്രസംഗിക്കണമെന്നോ സംസാരിക്കണമെന്നോ തോന്നുമ്പോൾ ദൈവം ഒരു വചനം ആദ്യം തരും. അതിനുശേഷം പല ചിന്തകൾ കടന്നു വരും. എന്നാൽ ആദ്യം കിട്ടുന്ന വചനത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും അനുവദിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായിട്ടുള്ള യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ തന്നെ മതി. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങോട്ട് വചനമായിട്ട് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം അങ്ങയുടേതാണ്. കർത്താവെ, അത് ഞങ്ങൾക്ക് പങ്കിട്ട് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു വാക്യമാണ് ഇന്ന് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാക്യമാണ്. ആ ഒരു ഇത് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ പറയുമ്പോൾ അതൊരു പ്രൊക്ലമേഷൻ പോലെയാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. കാൺമീൻ, പ്രൈസ് ദി ലോർഡ്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ യോഹന്നാനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും അധികം പറയുകയില്ല, കാരണം സമയം നമുക്ക് പരിമിതമാണല്ലോ. യോഹന്നാനെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം വളരെ കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞാനത് ഒന്ന് ഗോത്രൂ ചെയ്തതായിട്ടുള്ള വേളയിൽ വളരെ കാര്യങ്ങൾ യോഹന്നാനെക്കുറിച്ച് പറയാനുണ്ട്. കാരണം കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്നവൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ക്ലോസസ്റ്റ് ഡിസൈപ്പിൾ ആയിരുന്നു യോഹന്നാൻ എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം അടുത്തതായിട്ടൊരു അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ കാര്യം പറയുകയാണെങ്കിൽ മറ്റ് ഡിസൈപ്പിൾസിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം, അതുപോലെ 3 ലേഖനങ്ങൾ, thereafter റെവലേഷൻ, വെളിപ്പാട്, ക്രിസ്തീയ ഗോളത്തിന് സമ്മാനിച്ച, ക്രിസ്ത്യാനിറ്റിക്ക് സമ്മാനിച്ച വളരെ മഹത്തരമായിട്ടുള്ള
5 പുസ്തകങ്ങൾ അല്ലെങ്കിൽ ലേഖനങ്ങളല്ല, പുസ്തകങ്ങളാണ് ഈ യോഹന്നാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ ഈ പുസ്തകങ്ങളുടെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും വളരെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും വളരെ ആഴമായിട്ട് ഹല്ലേലൂയ, അതിൻ്റെ ആഴം ഗണിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള വളരെ ആഴമായിട്ടുള്ള ഒരു റെവലേഷൻ, ദൈവത്തിന് സ്തോത്രം, എബൌട്ട് ലവ്, സ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുള്ളത് വിശുദ്ധ യോഹന്നാനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളും സ്നേഹിക്കണം. ദർ ഇസ് നോ, എന്താണ് അവിടെ, യാതൊരു ഇതുമില്ല. ഹല്ലേലൂയ. സ്പേസും കൊടുക്കാതെയാണ് പറയുന്നത്. ദ ലവ് വിച്ച് ഐ ഹാവ്, ദ വേ ഐ ഹാവ് ലവ്ഡ് യു, യു ഹാവ് ടു ലവ് ഈച്ച് അതർ. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു സ്പേസ് അവിടെ നമുക്ക് ലഭിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ സ്നേഹത്തെക്കുറിച്ച് വളരെ ആഴമായിട്ടുള്ള ദർശനങ്ങൾ ഈ വേദപുസ്തകം നൽകുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഈ വചനം ഇത് വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എന്താ പറഞ്ഞതെന്നറിയാമോ? ഐ വിൽ നെവർ ലീവ് യു ഓർഫൻ. ഹല്ലേലൂയ. എന്താണ് അതിൻ്റെ മലയാളം? ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. വാട്ട് എ ഗ്രേറ്റ് പ്രോമിസ് ദാറ്റ് വി ഹാവ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിന്നെ ഒരു നാളും ഓർഫനായിട്ട് വിടുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, 49-ാം അധ്യായത്തിൻ്റെ 15 തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. അതിൽ പറയുന്നത്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഹല്ലേലൂയ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? പിന്നീട് പറയുന്നത്, അവർ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? ഇല്ല, ഒരു പക്ഷേ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എന്താണ് അവിടെ കാണുന്നത്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആഴമായ സ്നേഹത്തിൻ്റെ ഒരു റെവലേഷൻ, ഒരു പ്രദർശനമാണ് അവിടെ കാണിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നിവിടെ വായിച്ചല്ലോ, ഹല്ലേലൂയ, 103-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വാക്യം അല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. എന്താ പറയുന്നത്? അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ, നമ്മുടെ ആ ഒരു ബയോളജിക്കൽ ലിവിങ് സിറ്റുവേഷനിൽ നമുക്കുള്ള സ്നേഹം, ഹല്ലേലൂയ, പരസ്പരമുള്ള സ്നേഹം, അതിൻ്റെ ആഴമൊക്കെ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാം? ഒരപ്പൻ തൻ്റെ മകനെ എങ്ങനെ സ്നേഹിക്കുമോ അതുപോലെ ഹല്ലേലൂയ എനിക്ക് തൻ്റെ ഭക്തന്മാരോട് സ്നേഹമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനൊരു ചെറിയ കഥ ഹല്ലേലൂയ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ, ജിം എന്നാണ് അവൻ്റെ പേര്, നിങ്ങൾ കേട്ട് കാണും. വളരെ പ്രൊമിനൻ്റായിട്ടുള്ള, വളരെ റിനോൺഡായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ജിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ദൈവത്തിൻ്റെ സ്തോത്രം, അദ്ദേഹം കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് ഒരു സ്ട്രീറ്റ് ബോയുടെ കണക്കെ ഹല്ലേലൂയ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ കാണുമായിരുന്നു. അദ്ദേഹം പലയിടത്തും ജോലിക്ക് അന്വേഷിച്ചു, ആരും ജോലി കൊടുത്തില്ല. കാരണം താൻ ലുക്ക് ലൈക്ക് എ സ്ട്രീറ്റ് ബോയ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ഒരു രീതിയിൽ ജോലി ലഭിക്കാനായിട്ട് പ്രയാസം. എന്നാൽ ഒരു വർക്ക്ഷോപ്പുകാരന് തന്നോട് കരുണ തോന്നിയിട്ട് ദൈവത്തിന് സ്തോത്രം ആ ചെറുപ്പക്കാരന് ജോലി കൊടുത്തു. ആ ജോലിയൊക്കെ താൻ വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 12 മണിക്ക് തൻ്റെ ലെഷർ ടൈമിൽ ഹല്ലേലൂയ അടുത്തുള്ള ഒരു ചർച്ചിലേക്ക് താൻ ഓടും. താൻ അവിടെ ഓടിയിട്ട് ചർച്ചിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അവിടെ ചെന്നിട്ട് യേശുവിൻ്റെ ഒരു ക്രൂശിത രൂപം അവിടെയുണ്ട്. അവിടെ ചെന്നിട്ട് യേശുവിനോട് പറയും, ജീസസ് ജിം ഹിയർ, ജിം ഹിയർ എന്ന് പറയും. ഇതിങ്ങനെ ആവർത്തിച്ച് വന്നപ്പോൾ അവിടുത്തെ ശുശ്രൂഷക്കാരന് ഇദ്ദേഹത്തെ കണ്ടിട്ട് അത്ര വെൽ ഡ്രസ്സിംഗ് ഒന്നും അല്ലാത്തത് കൊണ്ട്, ഒരു സ്ട്രീറ്റ് ബോയുടെ കണക്കെ ഇരിക്കുന്നത് കൊണ്ട് കള്ളനോ മറ്റോ ആണെന്ന് സംശയിച്ച് വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ ഇദ്ദേഹം ഇവിടെ വന്നിട്ട് ഒന്നും പറയുന്നില്ല, കേൾക്കുന്നില്ല, ചുണ്ടനങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ സംശയിക്കുവാനായിട്ട് കാരണമായി തീർന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ആ കാര്യം അവിടെ ഇരുന്ന് അച്ഛനോട് എന്ന് സംസാരിച്ചു. അച്ഛൻ, ഇവിടെ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, അതേ ഒരു കള്ളനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അച്ഛൻ വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു ദിവസം അച്ഛൻ നേരിട്ട് വന്ന് ചോദിച്ചു, ഹു ആർ യു? നീ ആരാണ്? എൻ്റെ പേര് ജിം എന്നാണ്. നീ എന്തിനാണ് ഇവിടെ വരുന്നത്? ഞാൻ പ്രാർത്ഥിക്കാനാണ് വരുന്നത്. നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക?
എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, ഞാൻ അക്ഷരം പഠിച്ചിട്ടില്ല, എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല, പിന്നെ നീ എന്ത് പ്രാർത്ഥിക്കും? ഞാൻ പ്രാർത്ഥിക്കും, ജീസസ് ജിം ഹിയർ, ജിം ഹിയർ. ഇതിങ്ങനെ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരനെ കാണാതായിട്ട് അറിവ് കിട്ടിയത് താൻ ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് ഹോസ്പിറ്റലിലാണെന്ന് ഒരറിവ് കിട്ടുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ഈ അച്ഛൻ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യുമ്പോൾ അച്ഛൻ കണ്ട ഒരു കാര്യമുണ്ട്. ഈ ജിമ്മിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഒരു റിമോട്ടായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരെ ഇട്ടിരിക്കുന്ന റൂമിൽ. അവിടെ ആരും അങ്ങനെ കടന്നു പോകാറില്ല. അവിടെയുള്ളവർക്ക് സന്തോഷമില്ല. മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ കഴിയുന്നവർ, ആരും നോക്കുവാനില്ലാത്തവരെ പോലെ കഴിയുന്നവർ. അങ്ങനെ ദൈവത്തിന് സ്തോത്രം, ഒരു ഏരിയയിലാണ് ഇദ്ദേഹത്തെ ഇട്ടിരിക്കുന്നത്. അച്ഛൻ അറിയാവുന്ന വാർഡാണ്, അച്ഛൻ വിസിറ്റ് ചെയ്യാറുള്ള സമയത്താണ്. എന്നാൽ അച്ഛൻ അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച വളരെ സന്തോഷപൂരിതമായ ഒരു സാഹചര്യം. അച്ഛന് തന്നെ മണ്ടടിച്ചു. എന്താണ് കാരണം? വളരെ സന്തോഷം, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അച്ഛൻ അവിടെ തിരക്കി, ഇവിടെ ഇത്രയും മാറ്റങ്ങൾക്ക് എന്താ കാരണം? എന്താണ്? ഇവിടെ കിടക്കുന്ന രോഗികളെല്ലാം മരണത്തിന് വിധിക്കപ്പെട്ടവരാണെങ്കിലും അവരുടെ മുഖത്തെല്ലാം സന്തോഷമുണ്ടല്ലോ, നിങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നല്ലോ, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ കുറച്ച് നാളായിട്ട് വലിയ സന്തോഷമാണ്. അതെന്താണ്? അതിന് ആ മനുഷ്യനാണ് കാരണം. അതെന്താണ്? അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം വന്നന്ന് മുതൽ ഇവിടെ വളരെ സന്തോഷമാണ്. എല്ലാവരും ജോലി ചെയ്യും, എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ട്. അങ്ങനെയാണെന്ന് പറഞ്ഞു. അച്ഛൻ അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു, ദൈവത്തിന് സ്തോത്രം, ചെന്ന് ചോദിച്ചു, എന്താണ് ഇവിടെ ഇത്രയും സന്തോഷം വരാൻ കാരണം? അച്ഛൻ അറിയുന്ന ആളാണല്ലോ, നേരത്തെ കണ്ടിട്ടുള്ളത്. എന്താണ് സന്തോഷം വരാൻ കാരണം? ഇവിടെ എല്ലാ ദിവസവും വെളുപ്പിന് 4:30 ആകുമ്പം ഒരാൾ വരും, ദൈവത്തിന് സ്തോത്രം. അതാരാണ്? അയാൾ വന്ന് നിന്നോട് എന്ത് പറയും? എന്നോട് പറയും, ജിം, ഐ ആം യുവർ ജീസസ്. മനസ്സിലായോ? ജിം, ഐ ആം യുവർ ജീസസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രതികരണം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ലയോ എന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. അറ്റ്ലീസ്റ്റ് സം ഓഫ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. പ്രൈസ് ദി ലോർഡ്. ജിമ്മിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ജിം, ഐ ആം ജീസസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഏതവസ്ഥയിലിരിക്കുന്ന ഒരാളായാലും, വെദർ ബ്ലാക്ക് ഓർ വൈറ്റ്, എന്ത് കാരണത്താൽ നിങ്ങൾ തഴയപ്പെട്ടിരിക്കുന്ന ആളായാലും, ആരെല്ലാം അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഞാനെങ്കിലും, ബട്ട് ഫോർ ജീസസ്, യേശുവിന് നമ്മെ അറിയാം. യേശുവിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരെ കർത്താവിനറിയാം. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവർക്ക് കർത്താവിനറിയാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം ശ്രവിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ ആഴമായ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഇന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സമയം ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇതിൻ്റെ അളവ് ആർക്കെങ്കിലും പറയാമോ? ഹൗ മച്ച് ക്വാണ്ടിറ്റി ദാറ്റ് God gave us through His love. പറയാൻ പറ്റുമോ? Anybody can say how that the quantity which God has given us? ദൈവത്തിന് സ്വന്തം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ദ ക്വാണ്ടിറ്റി ഈസ് നോട്ട് മെൻഷൻ ദെയർ. ദ ക്വാണ്ടിറ്റി അവിടെ കാണിക്കുന്നില്ല. സോ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. വാട്ട് എ ഇനോർമസ് ലവ് ഗോഡ് ഹാസ് bestowed upon us. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ദൈവം അത്ര ആഴമായിട്ട് എന്നെ സ്നേഹിക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ടോ? സ്തോത്രം. ഇത്രയും ആഴമായിട്ട്, ഹല്ലേലൂയ, ഇത്ര ആഴമായിട്ട് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ, നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റാത്ത രീതിയിൽ, ഗ്രഹിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള ആഴമായ നിലയിൽ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു നമുക്ക് തോന്നുന്നുണ്ടോ? സ്തോത്രം. വി ആർ ഇൻ ദ വേൾഡ് with all kind of difficulties and struggles. So sometimes we are not able to recognize the love of God towards us. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും നമ്മൾ ഈ ലോക ജീവിതത്തിൽ
ഹല്ലേലൂയ, ജീവിതത്തിൻ്റെ കഠിനകരമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ഗ്രഹിക്കുവാനോ ചിന്തിക്കുവാനോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഇവിടെ ദൈവം നമ്മെ വിളിച്ചു, ദൈവം നമ്മെ സ്നേഹിച്ചു. എന്തിനു വേണ്ടിയാണ്? വി ആർ ടു ബി കോൾഡ് ആസ് എ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മെ കർത്താവിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ, ഹല്ലേലൂയ, വിളിക്കപ്പെടുവാൻ വേണ്ടി ഹല്ലേലൂയ ദൈവം നമ്മെ അത്ര ആഴമായി സ്നേഹിച്ചു. അതിനെന്താണ് കർത്താവ് ചെയ്തത്? ദൈവം എന്താണ് ചെയ്തത്? വളരെ പ്രോമിനൻ്റായിട്ടുള്ളൊരു വാക്യമാണ് ജോൺ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, സ്തോത്രം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര ഒരു അപ്പൻ തൻ്റെ മകനെ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് സ്നേഹം നൽകുവാൻ, മറ്റുള്ളവർക്ക് നിത്യജീവൻ നൽകുവാൻ, മറ്റുള്ളവർക്ക് ഹല്ലേലൂയ ദൈവിക കൂടാരത്തിൽ അടുക്കുവാൻ വേണ്ടി തൻ്റെ സ്വന്തം പുത്രനെ താഴേക്ക് അയക്കുന്ന ഒരു അനുഭവം, ആ സ്നേഹമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ ഈ ദൈവിക സ്നേഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ജനറലി ഹല്ലേലൂയ വി ആർ ഓൾ ഗോയിങ് ടു ദ മെറ്റീരിയലിസ്റ്റിക് ബ്ലെസ്സിങ്സ്. പക്ഷേ ഇവിടെ കാണിക്കുന്നതായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സ്തോത്രം, എന്താണ്? ഹല്ലേലൂയ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ ഹല്ലേലൂയ ഈ ലോകത്തിലേക്ക് അയച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ കർത്താവ് ഹല്ലേലൂയ സ്വർഗത്തിൻ്റെ മഹിമകളെ വെടിഞ്ഞ് താഴേക്ക് വരികയാണ്. ദൈവം അയക്കുകയാണ്, സ്വന്തം പുത്രനെ അയക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? ഫിലിപ്പിയർ 2-ന്റെ 6 മുതൽ 8 വരെ വളരെ പരിചിതമായിട്ടുള്ള ഭാഗമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്വന്തം പുത്രൻ്റെ സ്റ്റാറ്റസാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ആ പുത്രനെ സ്വർഗത്തിൻ്റെ സകല മഹിമകളും വെടിഞ്ഞ് ഹല്ലേലൂയ ആ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആര് ചെയ്യും അങ്ങനെ? ദൈവത്തിന് സ്തോത്രം. ആര് ചെയ്യും? സ്വന്തം പുത്രനെ സ്വർഗത്തിൻ്റെ സകല മഹിമകളും വെടിഞ്ഞ് ഹല്ലേലൂയ ഇവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഡെപ്ത്, ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഏത് രീതിയിൽ ഈ ലോകത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇതിനൊന്നും കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എങ്ങനെയുള്ള കണ്ടീഷനായാലും ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുമെങ്കിൽ, ദൈവം നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുമെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, എങ്കിൽ മാത്രമേ ദൈവത്തെ നിങ്ങൾക്ക് ആഴമായി സ്നേഹിക്കാൻ കഴിയൂ എന്ന് നിർബന്ധമായി പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. യു ഹാവ് ടു നോ, ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിവൈൻ സൈഡ് ഓഫ് ഗോഡ് റാദർ ദാൻ മെറ്റീരിയലിസ്റ്റിക് സൈഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആ ഒരു പരിശുദ്ധമായിട്ടുള്ള ദർശനം, കാഴ്ചപ്പാട്, മനുഷ്യനെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇതാണ് ഞാനൊരു 10-35 വയസ്സായതിന് ശേഷമാണ് മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തൊക്കെ വിശ്വാസത്തിലേക്കൊക്കെ വരുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന്. അവിടെയൊക്കെ നമുക്കറിയാവില്ല അവിടുത്തെ രീതികളൊക്കെ എങ്ങനെയാണെന്ന്. പക്ഷേ നമ്മൾ വേദപുസ്തകത്തെ ആഴമായി പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് നമ്മെക്കുറിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, യേശുവിനെ ഈ ലോകത്തിൽ അയച്ചതിനെക്കുറിച്ച് നമ്മെ നേടുവാനാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ സകല സ്വർഗ മഹിമകളും വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് അവൻ വന്നു. എന്തെല്ലാം ആ ഒരു സ്റ്റാറ്റസ് വെടിഞ്ഞാണെന്നറിയാം ഈ ലോകത്തിലേക്ക് വന്നത്. എന്തിന്? ഹല്ലേലൂയ, നമ്മെ നേടുവാൻ വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ സ്വന്തം പുത്രനെ ദൈവം അവിടെ കൈവിടുകയാണ്. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. നമുക്കറിയാം
ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ജെനസിസ് 22:2 നമുക്ക് കാണാൻ സാധിക്കും അബ്രഹാമിനെ. അതിനുശേഷം അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ. ബാക്കി ഭാഗങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ ഒരു സ്ട്രോങ് ടെസ്റ്റ് കണ്ടെത്തിയത് എന്താണെന്നറിയോ? അവന് നോക്കി ആഗ്രഹിച്ചിരുന്ന 100-ാമത്തെ വയസ്സിൽ ലഭിച്ച മകനെ യാഗമർപ്പിക്കാനായിട്ട് പറയുകയാണ്. ദൈവം എന്ത് വിചാരിച്ചു? അവൻ വളരെ നാളായിട്ട് ദൈവമായിട്ടുള്ള കൺഫ്രണ്ടേഷന് ശേഷം ദൈവം അബ്രഹാമിന് കൊടുത്ത സന്തതിയാണ് ഇസഹാക്ക്. എൻ്റെ പരീക്ഷണത്തിൽ ഒരു പക്ഷേ അവൻ പുറകോട്ട് പോകുമെന്ന് ചിന്തിച്ചു. എന്നാൽ അബ്രഹാം പോയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ പറയാൻ വരുന്നത്, ഒരു പിതാവിന് മകനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എങ്ങനെയെന്ന് നമുക്ക് ഗ്രഹിക്കാം. അത് ദൈവം എങ്ങനെ കാണുന്നുവെന്ന് നമുക്ക് മനസ്സിലാവും. ദൈവം എങ്ങനെ കാണുന്നുവെന്ന്. ഹല്ലേലൂയ. ഏറ്റവും ടോപ്പസ്റ്റ് ബ്ലെസ്സിങ് ഓഫ് ഗോഡ് ടു എ മാൻ ഈസ് ഹിസ് ഫസ്റ്റ് ബോൺ ചൈൽഡ്, അറ്റ്ലീസ്റ്റ് അങ്ങനെ പറയാം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അബ്രഹാം അത് ചെയ്യുകയാണ്. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് എന്ത് പറയുന്നു? മകൻ്റെ മേൽ കൈവയ്ക്കരുത്. അബ്രഹാമിന് ഇസഹാക്കിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം നന്നായി ഗ്രഹിച്ചറിയുന്ന കർത്താവ് അവിടെ ആ ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാനായിട്ട് അനുവദിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഈ ഏകപുത്രനെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നയിച്ചു തന്നത് ഹല്ലേലൂയ നാം എല്ലാവരും ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാനാണ്. സ്തോത്രം. പിന്നെ പറയുന്നൊരു വാചകം എന്താണ്? അങ്ങനെ തന്നെ നാം ആകുന്നു, അല്ലേ? അതിൻ്റെ നെക്സ്റ്റ്, അങ്ങനെ തന്നെ നാം ആകുന്നു. ആണല്ലല്ലോ? അങ്ങനെ തന്നെ ആണോ? നാം ദൈവത്തിൻ്റെ മക്കൾ ആണ്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച്, ഭൂഖണ്ഡങ്ങൾ സഞ്ചരിച്ച് ഇവിടെ വന്നപ്പോഴും കർത്താവിൻ്റെ നാമത്തിൽ കൂടിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നാം ദൈവമക്കളായതുകൊണ്ടാണ്. ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? സംഭവിക്കുമായിരുന്നത്, ദൈവത്തിന് സ്തോത്രം, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഹല്ലേലൂയ, എഫേസ്യർ 2:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ. എഫേസ്യർ 2:11 മുതൽ 13 വരെ. ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സമ്പർക്കമില്ലാത്തവരും, സ്തോത്രം മതി, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരുമായിരുന്നു. സോ ഈ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ സ്തോത്രം, നമ്മൾ ആരാണ്? ദൈവമായിട്ട് യാതൊരു അടുപ്പമില്ലാത്തവർ, ഇസ്രായേൽ പൗരതയോട് സമ്പർക്കമില്ലാത്തവർ, വാഗ്ദത്ത നിവർത്തിക്ക് നിയമങ്ങൾക്ക് അന്യർ, ദൈവത്തിൻ്റെ സ്തോത്രം, അന്യരും പ്രത്യാശയില്ലാത്തവരുമായിരുന്നു. ഇപ്പോഴോ നമുക്ക് എന്തെല്ലാം ഉണ്ട്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നമുക്കിതെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ഗലാത്യർ 4:5 ഞാൻ പറഞ്ഞു പോകാം. ഗലാത്യർ 4:5 പറയുന്നത് എന്താണെന്നറിയാമോ? ഇപ്പോഴും നിങ്ങൾ യു ആർ നോ മോർ സെർവൻറ്റ്. യു ആർ നോ മോർ സെർവൻറ്റ്. ഹല്ലേലൂയ. പിന്നെ ആരാണ്? യു ആർ അബ്ബാ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം പ്രാപിച്ച മക്കൾ, പുത്രത്വത്തിൻ്റെ അവകാശം പ്രാപിച്ചവരാണ് നാം ഇവിടെ ഓരോരുത്തരുമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. വി ആർ നോട്ട് ഓർഡിനറി പീപ്പിൾ, വി ആർ നോട്ട് സെർവൻറ്റ്, ബട്ട് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അബ്ബാ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം പ്രാപിച്ച പുത്രന്മാരും പുത്രിമാരുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഹല്ലേലൂയ കാര്യമാണ്. 1 പത്രോസ് 2:9 കൂടെ ഒന്ന് വായിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ തിങ്ക് മൈ ടൈം ഈസ് ഗെറ്റിംഗ് ഓവർ. ഓക്കെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു, വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നൗ വാട്ട് ഈസ് അവർ സ്റ്റാറ്റസ്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സ്വന്തം ജനം. ഹല്ലേലൂയ, സ്വന്തം ജനം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം മുഖാന്തരം, തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് മുഖാന്തരം, സ്വർഗത്തിൻ്റെ മഹിമകളെ എല്ലാം വെടിഞ്ഞ് താൻ ഈ താണ ലോകത്തിലേക്ക് വന്ന് പാപം നിറഞ്ഞ ലോകത്തിൽ പാപികളോടൊപ്പം ജീവിച്ച് ഹല്ലേലൂയ സ്വന്തം ജീവനെ കാൽവറിയിൽ യാഗമാക്കിയതിന് മുഖാന്തരം നമ്മൾ ആരായി തീർന്നു? ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സ്വന്തം ജനമായി തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എങ്ങനെയുണ്ട്? നമ്മുടെ ഈ ലോകത്തിലെ സ്നേഹം എവിടം വരെ ഉണ്ട്? ഹല്ലേലൂയ. ഞാൻ അറൗണ്ട് 38 years സർവീസ് ചെയ്തിട്ടുണ്ട്. 14 years ഐ വാസ് ഇൻ ബറോഡ. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഐ വാസ് ഇൻ സൗദി അറേബ്യ, റിയാദ്. ഐ ഹാവ് കം അക്രോസ് many kind of people, starting from our home. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ബന്ധങ്ങളിലും, ചർച്ച് ബന്ധങ്ങളിൽ, ഔട്ട്സൈഡ് സൊസൈറ്റികൾ, ഫാമിലികൾ എല്ലാം കാണാൻ സാധിക്കും. ഈ കർത്താവ് നമുക്ക് വേണ്ടി തന്ന സ്നേഹം, ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി തന്ന സ്നേഹം, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ മറ്റൊന്നും തോന്നരുത്, ഞങ്ങൾ ഈ സൗദി അറേബ്യയിലൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ റൂഫ് കിടന്ന് കിലുങ്ങും. ഇവിടെ അങ്ങനെയുള്ള അവസരമായിരിക്കത്തില്ല, ഇവിടെ അങ്ങനെയുള്ളൊരു ചുറ്റുപാടായിരിക്കത്തില്ല. അത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ കൺട്രി ടു കൺട്രി ദെയർ ആർ ഡിഫറൻസ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സൗദി അറേബ്യയിലൊക്കെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നാട്ടിലൊക്കെ പ്രസംഗിക്കുമ്പോൾ അവിടെ റൂഫ് കിടന്ന് കിലുങ്ങും. ഹല്ലേലൂയ. ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് കൈൻഡ്. ആൻഡ് ഹിയർ ഡിഫറെൻറ്റ്, ആൻഡ് മെനി പ്ലേസസ് ഡിഫറെൻ്റ് ആണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇവിടെ ഉള്ളവർ ഞാൻ മനസ്സിലാക്കുന്നത് അണ്ടർസ്റ്റാൻഡ് വെൽ, ദൈവവചനം നല്ലതുപോലെ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ആരാധന ഞാൻ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ആരാധനയിൽ ഒരു ദിവസം വന്ന് പങ്കെടുക്കുവാനെങ്കിലും കർത്താവ് സഹായിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മെ സ്നേഹിച്ച വിധം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മെ സ്നേഹിച്ചത് ഒരിക്കലും അഴിഞ്ഞു പോകാത്തതായിട്ടുള്ള, ഒരിക്കലും മെൽറ്റ് ഔട്ട് ആകാത്തതായിട്ടുള്ള, ഹല്ലേലൂയ, പോകാത്തതായിട്ടുള്ള മഹാസ്നേഹം. ആ സ്നേഹം കൊണ്ടാണ് നമ്മളെ ദൈവം സ്നേഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ലെവൽ വരെ നമ്മെ കൊണ്ടെത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആഴമായിട്ടുള്ള സ്നേഹം. ഹല്ലേലൂയ. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം, ഹല്ലേലൂയ, അതിൻ്റെ 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രോഡിഗൽ സൺ. ഹല്ലേലൂയ. മുടിയനായ പുത്രൻ്റെ ഒരു സന്ദേശം. ഹല്ലേലൂയ. അവിടെ കാണുന്നുണ്ട്, തൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തി, ആ വാങ്ങിക്കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയിട്ട് മടങ്ങി വന്ന, ഞാൻ കൂടുതൽ പറയുന്നില്ല, ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ, മടങ്ങി വരുന്നതായിട്ടുള്ള മകൻ. ആ മകനെ കണ്ടപ്പോൾ ദൂരെ നിന്ന്, ഹല്ലേലൂയ, അപ്പന് മനസ്സലിഞ്ഞ്, ദൈവത്തിന് സ്തോത്രം, ഓടിച്ചെന്ന് അവനെ വാരിപ്പുണർന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സഹോദരങ്ങളോട് തൻ്റെ യജമാൻ ജോലിക്കാരോട് പറഞ്ഞു, അവനെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഒരുക്കി അവനെ നല്ല ഉത്സവസ്ത്രം ധരിപ്പിച്ച് തടിപ്പിച്ച കാളക്കുട്ടികളെ ആർത്ത് ഉത്സവമാചരിക്കാനായിട്ട് പറഞ്ഞു. എനിക്ക് നഷ്ടപ്പെട്ടു പോയ മകൻ, ഹല്ലേലൂയ, ഇന്നെനിക്ക് ലഭിച്ചു. ഒരപ്പൻ്റെ സന്തോഷം നോക്ക്. ഹല്ലേലൂയ. ദൈവം തൻ്റെ ഓമനപുത്രനെ ഈ താണ ലോകത്തിലേക്ക് അയച്ചുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, താണ ലോകത്തിലേക്ക് അയച്ചുവെങ്കിൽ നാം ഒരാൾ പോലും നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ അധീനതയിൽപ്പെട്ട്, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ വെടിയുന്ന പിതാവായ ദൈവത്തെയാണ് ഇവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ ആദ്യമേ പറഞ്ഞു. ദൈവത്തിൻ്റെ സ്നേഹം ദർശിച്ചറിയുവാൻ കഴിയാതെ, അതിനെക്കുറിച്ച് റെവലേഷൻ ഇല്ലാതെ ദൈവത്തെ ആഴമായി സ്നേഹിക്കാൻ കഴിയില്ല.
ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആഴമായൊരു റെവലേഷൻ പ്രാപിക്കാതെ ദൈവത്തെ പൂർണ്ണമായിട്ട് നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിച്ചു, പിതാവായ നമ്മെ എന്തുമാത്രം സ്നേഹിച്ചു. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, പ്ലെൻറ്റി, ഹല്ലേലൂയ, ഹ്യൂജ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ, ഇനോർമസ് ലവ് ഗോഡ്, വാട്ട് എ മാനർ ഓഫ് ലവ്. പല വെർഷനിൽ പല രീതിയിലാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അത് ആർക്കും വിവരിക്കുവാൻ പറ്റാത്ത നിലയിൽ, വിവേചിക്കുവാൻ പറ്റാത്ത നിലയിൽ ആഴമായ സ്നേഹമാണ് പിതാവായ ദൈവം നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ചത്. എന്താണ്? സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അവനാൽ ഹല്ലേലൂയ സകലരും നിത്യതയിലെത്തണം. ഇവിടെ ഇരിക്കുന്നവരും നിങ്ങളെല്ലാവരും നിത്യതയിലെത്തണം. നമുക്കെല്ലാവർക്കും അന്ന് കാണാം. ഹല്ലേലൂയ, സിമ്പിൾ ലൈക്ക് ജിം. ഒരുപാട് പ്രകടനങ്ങളൊന്നും വേണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ സാധാരണ നിലയിൽ ഹല്ലേലൂയ എപ്പോഴും ഒരു സ്റ്റെപ്പ് ബൈക്ക് പ്രിഫർ ചെയ്യുന്നതാണ്. ഒരാളിനെ ഒരു സ്റ്റെപ്പ് മുന്നിൽ കൊണ്ടുവരാനെങ്കിൽ അതിൻ്റെ ഒരു പരിശ്രമം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ കണ്ടുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നമ്മെ കണ്ടുവെങ്കിൽ ആർക്കും നമ്മെ തകർക്കുവാൻ, ഒരു വിധത്തിലും തകർക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ, ആ ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കർത്താവായ ദൈവം ഹല്ലേലൂയ നമ്മെ ആഴമായി സ്നേഹിച്ചു, നമ്മെ ഇന്നും സ്നേഹിക്കുന്നു. അതുകൊണ്ട് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ആവശ്യം എന്തെന്ന് വെച്ചാൽ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടണം. We are to be called the children of God. ഹല്ലേലൂയ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടണം. നാം അങ്ങനെ തന്നെ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രോഡിഗൽ സൺ. ഹല്ലേലൂയ, അപ്പൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പിന്നെ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വായിക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ആഴത്തിൻ്റെ പ്രകടനം, ആ സ്നേഹത്തിൻ്റെ പ്രകടനം നമുക്ക് ആഴമായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചതിലൂടെ ഹല്ലേലൂയ ഈ ഒരു പിതാ മകൻ സ്നേഹത്തിൻ്റെ ആഴം ആ ദൈവം തന്നെ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുക. അല്ലെങ്കിൽ ഇതാർക്കും മനസ്സിലാവും. സ്തോത്രം. അല്ലെങ്കിൽ അത്രയൊന്നും മനസ്സിലാകില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം തന്നെ ഹല്ലേലൂയ അബ്രഹാമിനെ പരീക്ഷിച്ച് അവൻ്റെ വാഗ്ദത്ത സന്തതി കൊടുക്കുന്നിടം വരെ, ലഭിക്കുന്നിടം വരെ അബ്രഹാമിനെ കൊണ്ട് ചുറ്റിക്കറക്കിച്ചു. ഓരോ മൂമെൻറ്റിലും കർത്താവിനോട് ചോദിച്ചു, നീ എനിക്കെന്ത് തരും? നീ എനിക്കെന്ത് തരും? അല്ല, നിൻ്റെ സന്തതി തന്നെ വാഗ്ദത്ത സന്തതിയായിട്ട് വരും. ഹല്ലേലൂയ, ഇതെല്ലാം ദൈവം പറയുമ്പോഴും 100-ാമത്തെ വയസ്സ് വരെ വന്നില്ല. എന്നാൽ 100-ാമത്തെ വയസ്സിൽ വന്നതിന് ശേഷം ദൈവം അബ്രഹാമിനോട് ചോദിക്കുകയാണ്, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ നീ യാഗം കഴിക്കണം. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം പ്രകടമാക്കുവാൻ നമുക്കവിടെ സാധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ഇസഹാക്കിനെ ആഴമായി സ്നേഹിക്കുന്നത് ഈ ഹല്ലേലൂയ ദൈവത്തിനറിയാം. എന്നാൽ ദൈവം അവനെ യാഗമാക്കുവാൻ അനുവദിക്കാതെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നമ്മെ കർത്താവ് എന്തുമാത്രം സ്നേഹിച്ചു, ദൈവം എന്തുമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ, എന്തുമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ആഴം നാം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നവരായി, ഹല്ലേലൂയ ദൈവത്തിന് പ്രയോജനമുള്ളവരായി ജീവിക്കുവാൻ ഹല്ലേലൂയ നമുക്ക് കഴിയുമെങ്കിൽ ഹല്ലേലൂയ പിതാവ് ഹല്ലേലൂയ നമ്മെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കും. ഹല്ലേലൂയ, സ്വർഗം സന്തോഷിക്കും. ആ പ്രോഡിഗൽ സണ്ണിൻ്റെ ആ ഉപമയിൽ പറയുന്നൊരു സംഭവം അതാണ്. അവൻ്റെ ഭവനം സന്തോഷിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ, അവൻ്റെ ഭവനം സന്തോഷിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ, നീ ഭവനത്തിലെത്തിയപ്പോൾ നൗ ഹീസ് വിത്ത് ഹിസ് ഫാദർ, നൗ ഹീസ് അറ്റ് ഹിസ് ഹോം. അവൻ എല്ലാ ബ്ലെസ്സിങ്സും അനുഭവിച്ചുകൊണ്ട് അവിടെ ജീവിക്കും. നിങ്ങൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു. ഹല്ലേലൂയ, നമുക്ക് എന്തിനെങ്കിലും കുറവ് വരുമോ? യു വിൽ ഹാവ് എവറിത്തിങ്, ഈവൻ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ബ്ലെസ്സിങ്സ്. എവരി ബ്ലെസ്സിങ്സ്, എവരി. അതാണല്ലോ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നത്. മുന്നമേ അവൻ്റെ രാജ്യം, 33-ാമത്തെ വാക്യം, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നേടും.
പിന്നുള്ള എല്ലാം നിൻ്റെ കൂടെ കാണും. സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്, വാട്ട് എവർ യു നീഡ്. ഹല്ലേലൂയ. എന്തെല്ലാം കാണുമോ വേണമോ അതെല്ലാം നമ്മെ ഫോളോ അണ്ടു യു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചു. ഹല്ലേലൂയ. വി ആർ ടു ബി കോൾഡ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നാം ദൈവത്തിൻ്റെ മക്കളാകുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മെ ഹല്ലേലൂയ സ്നേഹിച്ച് തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് ആ പുത്രൻ മൂലം ഹല്ലേലൂയ നാം സ്വന്തം മക്കളായി തീർന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തയേശുവിൽ നമ്മെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹം പ്രാപിച്ച് ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സമയം തന്ന സഭയോടും ദൈവദാസന്മാരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.